ബഹുമാനീയനായ നമ്മുടെ കോളേജിന്റെ മാനേജർ ഇടുക്കി യുവതിയുടെ മുഖ്യ വികാരി ജനറലുമായ പ്രൊഫസർ ജോസ് കരിവേലിക്കലച്ച, ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ മുഖ്യ പ്രഭാഷണം നടത്താനായി ഇവിടെ ഉടൻ എത്തിച്ചേരുന്ന സീനിയർ IAS ഓഫീസറായ ഡോക്ടർ രാജീവ് നാരായണ സ്വാമി IAS, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സജി കെ ജോസഫ്, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് പാവനാത്മയുടെ പ്രിയപ്പെട്ടവർ, പാവനാത്മ കോളേജ് കഴിഞ്ഞ 10-43 വർഷങ്ങളായി കേരളത്തിന്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ജനിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഏറെ അഭിമാനകരവും ആഹ്ലാദകരവുമാണ്. എങ്ങനെയാണ് പതിതരായിരുന്ന ഈ ജനത, കേട്ടറിവ് പോലും ഇല്ലാതിരുന്ന ഈ കരയിലെ ജനത ഇന്നീ കാണുന്ന ആധുനിക ജീവിത നിലയിലേക്ക് എത്തിയത് എന്ന് പഠിക്കുന്ന ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും പാവനാത്മ കോളേജ് പിന്നിട്ട നീണ്ട 43 വർഷത്തെ ചരിത്രം അത് പഠിക്കാതെയും പരിഗണിക്കാതെയും മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നുള്ളതാണ് പാവനാത്മ കോളേജിനെ പ്രജ്വലിപ്പിച്ചു നിർത്തുന്നത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന 90s, 80s ഒക്കെ പഠിച്ച വിദ്യാർത്ഥികൾക്കറിയാം, ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട് അനുഭവിച്ച വേദനകളുടെയും പരാതികളുടെയും ബുദ്ധിമുട്ടുകളുടെയും എല്ലാ കഥകളും, ആ കഥകളെ എല്ലാം മാറ്റിനിർത്തി, ആ കഥകളെല്ലാം നമ്മൾ തോൽപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ഈ നിലയിൽ എത്താൻ സാധിച്ചത് ഒരുപക്ഷെ ഈ പാവനാത്മ എന്ന കലാലയമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകി, അതിനപ്പുറം അവരെ ജീവിതത്തിൽ വ്യക്തിമുദ്ര, പല മേഖലയിൽ അവരെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സഹായിച്ച മഹാകലാലയം ഇന്നതിന്റെ ചരിത്രത്തിലെ തന്നെ സ്മരണീയ ദിനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബിൽഡിങ്ങോ അതിന്റെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചറോ മറ്റു കാര്യങ്ങളോ അല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടിട്ട് പുറത്തുള്ള ആളുകൾക്ക് പറയാൻ സാധിക്കണം, ഇവിടെ പഠിച്ച ഇവിടത്തെക്കാരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഈ വിധത്തിലെത്താൻ കഴിഞ്ഞോ എന്ന് പറയാൻ സഹായിച്ചാൽ നമ്മുടെ ലക്ഷ്യം നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റും. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലയിലും, എല്ലാ രാജ്യങ്ങളിലും, UN വരെയുണ്ട്. നമ്മുടെ പാവനാത്മയുടെ അഭിമാനങ്ങളാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ. തലമുറകളുടെ അകലം മാറ്റിവെച്ച്, പ്രായത്തിന്റെ അകലം മാറ്റിവെച്ച്, വാക്സിയുടെ അകലം മാറ്റിവെച്ച് നമ്മളിവിടെ കുട്ടിക്കുമ്പോൾ ഈ അലുമിനി മീറ്റ് നമ്മുടെ പാവനാത്മയുടെ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. എല്ലാവർക്കും ഈ അലുമിനി മീറ്റ് ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കോളേജിന്റെ മാനേജറും അതുപോലെ തന്നെ ഇടുക്കി യുവതിയുടെ വികാരി ജനറലുമായ ജോസ് കരിവേലിക്കലച്ചനാണ്. ഒരുപക്ഷെ അച്ഛന്റെ ദൈവിക ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ കാലം വിദ്യാഭ്യാസപരമായ കാലഘട്ടത്തിലാണ് അച്ഛൻ മാറ്റിവെച്ചിട്ടുള്ളത്. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറിയായി, അതുപോലെ തന്നെ നമ്മുടെ മാനേജറായി പ്രവർത്തിക്കുന്ന നമ്മുടെ മാനേജറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി സീനിയർ IAS ഓഫീസറുമായ ഡോക്ടർ രാജീവ് നാരായണ സ്വാമി IAS ആണ്. സാറ് 3 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടതാണ്. ഉടനെ തന്നെ നമ്മുടെ കോളേജിൽ അദ്ദേഹം എത്തിച്ചേരും. നമ്മുടെ മുൻ കളക്ടറായിരുന്ന അദ്ദേഹം എല്ലാ മേഖലയിലും, സാഹിത്യത്തിലും അതുപോലെ തന്നെ പഠനനിർവഹണത്തിലും അക്കാദമിക് രംഗത്തിലും എല്ലാ പ്രാവീണ്യം തെളിയിച്ച ആളാണ് അദ്ദേഹം. 2003 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സാഹിത്യത്തിൽ തന്നെ അദ്ദേഹം പല രീതിയിൽ, സയൻസിൽ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ബാലസാഹിത്യം എഴുതിയിട്ടുണ്ട്, പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്,
നമ്മുടെ കോളേജിന്റെ ഫാദർ വിൽസൺ മണിയായിട്ടാണ്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരു ചെറുപുഞ്ചിരിയോടെ ആ പ്രശ്നങ്ങളെ എല്ലാം പരിഹരിക്കുന്ന അച്ഛൻ ഈ മെഗാലിറ്റി മീറ്റിംഗ് ഒത്തിരി കാര്യങ്ങളും ഒത്തിരി നിർദ്ദേശങ്ങളും നമ്മളെ ഒത്തിരി രീതിയിൽ അച്ഛൻ സഹായിച്ചിട്ടുണ്ട്. അച്ഛനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ നമ്മുടെ വൈസ് പ്രിൻസിപ്പളും കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയുമായ ജോബി അച്ഛന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്ന് 25ാം വാർഷികം കൂടി ആചരിക്കുകയാണ്. നമ്മുടെ മീറ്റിംഗിലേക്ക് അച്ഛനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ റെപ്രസെന്റേറ്റീവായിട്ടുള്ള ആശംസകൾ അറിയിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് 1988 ബാച്ചിലെ ഡോക്ടർ സജി കളപ്പില എന്ന ആളാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലെ വൈസ് പ്രസിഡന്റും ഹെഡുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അലുമിനി മീറ്റിംഗ് പാവനാത്മ കോളേജ് അലുമിനി അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റായ ജിജോ ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അലുമിനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ പൂർവ്വ അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്. ഒരു കാലഘട്ടം മുതൽ മുഴുവനും നമ്മുടെ ഉന്നതത്തിനായി പ്രവർത്തിച്ചവരെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികളെ, കുറെ മക്കളുള്ള ഒരമ്മ ആ മക്കളെ എല്ലാം ഒന്നിച്ചു കാണുമ്പോഴുള്ള സന്തോഷമാണ് ഇന്ന് പാവനാത്മ. നിങ്ങളെ കാണുമ്പോൾ ഈ പാവനാത്മ കോളേജ് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, sir, for your warm words of welcome. He shall feed his flock like a shepherd. He shall gather the lambs with his arm and carry them in his bosom, and shall gently lead those that are in the air. We are especially privileged and deeply honored to welcome Reverend Monsignor Jose Rebellion, manager of Pavanatma College, for the inaugural address. He is a spiritual leader whose wisdom, guidance, and unwavering faith have been a beacon for us all. ഈ കുടുംബ സംഗമത്തിന്റെ അധ്യക്ഷൻ കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ സജി കെ ജോസഫ്, അധ്യക്ഷനായിരിക്കുന്ന കോളേജിന്റെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എച്ച്ഒഡി ജോബി അച്ഛൻ, അലുമിനി പ്രസിഡന്റായി നിർവഹിക്കുന്ന ഡോക്ടർ കെ എച്ച് ജേവിസ്, അലുമിനി അസോസിയേഷന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ജിജോ ജോസഫ്, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കോളേജിന്റെ മുൻ അധ്യാപകർ, പ്രിയപ്പെട്ട മുൻ വിദ്യാർത്ഥിനികളെ, പാവനാത്മ കുടുംബം ഒത്തിരിയേറെ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോവുക. 43 വർഷങ്ങൾ ഒരു KCD-യിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോളേജ് കഴിഞ്ഞ 42 വർഷങ്ങൾ ഇവിടെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങിയ പ്രിയപ്പെട്ട മക്കളെ ഏറെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന അമ്മയുടെ പ്രീതിയുടെയാണ് പൗർണ കോളേജ് കൂടി ആയിരിക്കുക.
1982 എന്ന് പറയുമ്പോൾ 2020-ലുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്ന് ആദ്യ ബാച്ചിലുള്ള നാലഞ്ച് പേർക്ക് ചേർന്നിട്ടുണ്ട്. ഇവിടെ തെങ്ങപ്പള്ളി സ്ഥലങ്ങളുണ്ട്. അത്രമാത്രം വികസിതമായ ഒരു പ്രദേശത്ത് ഒരു കോളേജ് ഉണ്ടായി എന്നത് തീർച്ചയായിട്ടും ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കരുതുക. അതിനോട് വേറെ കടപ്പെട്ടിരിക്കുക കോതമംഗലം രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻ അഭിമന്യമാ ജോർജ് പുന്നക്കോട്ട് പിതാവാണ്. ഈ ഹൈറേഞ്ചിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഏറെ ആഗ്രഹിക്കുകയും ആവശ്യമായ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുകയും ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് ഹൈറേഞ്ചിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണം എന്ന നല്ല ആഗ്രഹത്തോടെ ഈ ഒരു കോളേജിന്റെ ആരംഭത്തിന് വേണ്ടിയിട്ടുള്ള ഒത്താശ നൽകുകയും നേതൃത്വം നൽകുകയും ഒരു പരിധി പറഞ്ഞാൽ വലിയ റിസ്ക് ഏറ്റെടുക്കുകയും ചെയ്തത്. അന്ന് പിതാവ് അങ്ങനെ തീരുമാനമെടുത്തതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടത് ഹൈറേഞ്ച് നിവാസി. അതല്ല എങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ദൂരേക്ക് പോകേണ്ടി വരും. ദൂരേക്ക് പോവുക എന്നത് ഹൈറേഞ്ച് നിവാസ കാർഷിക കുടുംബ അത്ര സാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് ഈ പ്രദേശത്തിന്റെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് നല്ല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിലയിൽ പൗരാത്മ കോളേജ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നന്ദിയോടെ അനുസ്മരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നതിന് യാതൊരു സംശയമില്ല. അന്ന് പ്രീ ഡിഗ്രി മാത്രമായി ആരംഭിച്ച കോളേജ് ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ സാധ്യമായ രീതിയിലുള്ള പുരോഗതികൾ നേടിയെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ ചേർന്നിരിക്കുക. ആദ്യ ബാച്ചിൽ പ്രീ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അന്നത്തെ കെട്ടിടങ്ങളും പരിസരങ്ങളും ഒക്കെ റോഡില്ലാത്ത, കറണ്ടില്ലാത്ത, കെട്ടിടങ്ങളില്ലാത്ത ഓരോ സാഹചര്യത്തിൽ വളർന്നു എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ എത്തിയിരിക്കുകയാണ്. മനോഹരമായ ഓഡിറ്റോറിയം, താഴെ കടന്ന ലൈബ്രറി, ഇൻഡോർ സ്റ്റേഡിയം എന്ന് വേണ്ട ഓരോ കാലഘട്ടങ്ങളിൽ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ഈ സ്ഥാപനത്തിന് നേടിയെടുക്കാൻ സാധിച്ചു അതൊക്കെ കാലാകാലങ്ങളുണ്ടായിരുന്ന മാനേജർമാർ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ സഹകരിച്ചുകൊണ്ട് അഭിമാനിക്കുന്ന ചിന്തകളാണ് പൗരാത്മ കോളേജിനെ കുറിച്ച് ആയിരിക്കുന്നവർക്കും പഠിച്ചുപോയവർക്കുള്ളതെന്ന് യാതൊരു സംശയമില്ല. അങ്ങനെ നേട്ടത്തിന്റെ നിറകയിൽ നിൽക്കുന്ന ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നന്ദിയോടെ അനുസ്മരിക്കേണ്ട ഒരു ഭാഗമാണ് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ. ഒരു സ്ഥാപനം എന്നും നന്ദിയോടെയാണ് പൂർവ്വ വിദ്യാർത്ഥികളെ അനുസ്മരിക്കുക. കാരണം നന്നായി പഠിച്ചുപോയി ജീവിത വിവിധ മേഖലകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കലാകാരങ്ങൾ ഈ സ്ഥാപനം ബന്ധപ്പെടുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സഹകരിക്കാറുണ്ട്. ഒരു പരിധി വരെ ഒരു സ്ഥാപനത്തിന്റെ ബെസ്റ്റ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. ഞങ്ങൾ പഠിച്ചത് പൗരാത്മയിലാണ് എന്ന് പറയുമ്പോൾ പൗരാത്മ കുടുംബമാണ് അഭിമാനിക്കുക. ഒരു സ്ഥാപനത്തിൽ അഭിമാനം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ജോലി തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുക. ഇനിയും എത്തുമെന്ന് പറഞ്ഞിരിക്കും. സജ്ജീകരണം അനുസരിച്ച് 600ഓളം ആളുകൾ ഒരു നടത്തിലേക്ക് വരുമായിരിക്കും. വന്നത് ഈ സ്ഥാപനത്തിൽ കാണിക്കുന്ന സ്നേഹമാണ്, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ അഭിമാനമാണ്, ഈ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ കാണിക്കുന്ന സഹകരണമാണ്. ഇനിയും ഇത് വളരേണ്ടതായിട്ടുണ്ട്. കാലഘട്ടം മാറി, ചിന്താഗതികൾ മാറി, അധ്യയന രീതി മാറി, കോളേജിന്റെ അച്ചടക്കത്തിന്റെ രീതി മാറി. മാറ്റത്തിന്റെ കാലഘട്ടത്തിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകത്തക്ക രീതിയിൽ ഈ സ്ഥാപനം മുമ്പോട്ട് പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട്, സഹകരണം കൊണ്ട്, നല്ല വാക്കുകൾ കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ നല്ല അംബാസിഡേഴ്സ് ആയിട്ട് ഈ കോളേജ് ഇനിയും നിലനിൽപ്പ് പോകാനുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കും. ഇതൊരു പൂർവ്വ വിദ്യാർത്ഥി
സംഗമമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അനേക വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ സഹപ്രവർത്തകരെ കണ്ടുപിടുന്ന ദിവസമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ പറയാനുണ്ടാകും. അന്നത്തെ കാലഘട്ടത്തെ പരിമിതികളെ കുറിച്ച്, ഇന്നത്തെ കാലഘട്ടത്തിന്റെ നേട്ടത്തെ കുറിച്ച്, ഇന്നത്തെ കാലഘട്ടത്തിന്റെ പരാതികളെ കുറിച്ച് ഒക്കെ കൂട്ടുകാർക്കിടയ്ക്ക് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ താഴേക്കിടങ്ങി ആയിരുന്ന അവസ്ഥ പൗരത്വ കോളേജിൽ 1982 കാലഘട്ടങ്ങളിൽ നിങ്ങൾ എന്തായിരുന്നു ഒരവസ്ഥയിലേക്ക് എത്തി. അന്നത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ ആ ഒരു ഹൃദയഭാവത്തോടെ, മനോഭാവത്തോടെ, ലാളിത്യത്തോടെ ഇടപെടുമ്പോഴാണ് ഇത് നല്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമമായി മാറുക. ഞാനൊരു സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. വൈകുന്നേരം മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ 1998 ബാച്ചുകാരിലേക്ക് പരമാവധി എല്ലാ കുട്ടികളോട് മിക്കവാറും എല്ലാ വിളിച്ചു വെച്ച മരണം നിങ്ങൾ തിരക്കുന്ന ദിവസം ചെല്ലാൻ കൊടുക്കാൻ അത്രമാത്രം സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരാണ് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അറിയാം. നിങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നുണ്ട്. തുറന്നുള്ള സ്നേഹവും സഹകരണവും പ്രോത്സാഹനവും ഒക്കെ ഉണ്ടായിട്ട് ആശംസിച്ചുകൊണ്ട് ഇവിടെ ആയിട്ട് കാലഘട്ടങ്ങളിൽ സ്ഥാപനത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി നൽകിയ എല്ലാ സംഭാവനകളെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഇനിയും നിങ്ങളുടെ സൗഹൃദവും സ്നേഹവും ഈ സ്ഥാപനത്തിന്റെ ബന്ധവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ആഗതമാകുന്ന പുതുവത്സരത്തിന്റെ എല്ലാ മംഗളങ്ങളും നിന്നുകൊണ്ട് നിർത്തുന്നു. Please be seated. Pavanatma's vision and progress is shaped by the leadership of our beloved principal, who is accessible by all at all times. It gives me immense pleasure to invite our beloved principal, Professor Saji K. Jose, to deliver the presidential address. Sir, please. ബഹുമാനപ്പെട്ട കോളേജ് മാനേജരും ഇടുക്കി രൂപതയുടെ മുഖ്യ വികാരി ജനറലുമായ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കരച്ച, കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ബർസാർ ജോബി അച്ച, ബർസാർ തോമസ് മണിയട്ടച്ച, അലുമിനി കോർഡിനേറ്റർ ഷാജി സാർ, മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി പോൾ, അലുമിനി റെപ്രസെന്റേറ്റീവ് ഡോക്ടർ കെ ജെ ജോസിയ, അലുമിനിയുടെ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിജോ ജോസഫ്, നമ്മുടെ കലാലയത്തിലെ മുൻ അധ്യാപകരെ, ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഓടിയെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ, നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ്റെ
പൗരോഹിത്യത്തിൻ്റെ 40-ാം വർഷം റൂബി ജൂബിലി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് അച്ഛന് അതിൻ്റെ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് വളരെ അത്യാവശ്യമായി പോകേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ 10 മണിക്കായിരുന്നു ആ പ്രോഗ്രാം വെച്ചിരുന്നത്. നമ്മുടെ ഈ സംഗമത്തിന് വേണ്ടി അച്ഛൻ ആ ഒരു പ്രോഗ്രാമിൻ്റെ സമയം മാറ്റിയതാണ്. അപ്പോൾ ഈ അവസരത്തിൽ അച്ഛന് റൂബി ജൂബിലിയുടെ മംഗളങ്ങൾ പാവനാത്മാ കുടുംബത്തിൻ്റെ പേരിൽ, ഇവിടെ കുടിക്കുന്ന എല്ലാവരുടെയും പേരിൽ നേരുന്നു. അച്ഛന് ഈ ഒരു സമയം ഇവിടെ നമ്മുടെ കൂടി ആയിരുന്നതിന്, നല്ലൊരു സന്ദേശം നൽകിയതിന്, ഉദ്ഘാടനം ചെയ്യുന്നതിന് ഈ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പാവനാത്മയുടെ ഹരിതാഭമായ ഈ ഒരു ക്യാമ്പസിലേക്ക് നിങ്ങളേവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ക്രിസ്മസിൻ്റെ ഈ മനോഹരമായ അന്തരീക്ഷത്തിൽ നമ്മുടെ കലാലയ മുറ്റം പഴയ ചിരികളും ഓർമ്മകളും കൊണ്ട് നിറയുകയാണ്. പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാൻ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖങ്ങളിൽ ഞാൻ കാണുന്നത് വെറും പൂർവ്വ വിദ്യാർത്ഥികളെയല്ല, പാവനാത്മ വളർത്തിയെടുത്ത പ്രതിഭകളെയും സമൂഹത്തിൻ്റെ വിവിധ നിലകളിൽ മുദ്ര പതിപ്പിച്ച കരുത്തുറ്റ വ്യക്തിത്വങ്ങളെയുമാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യഥാർത്ഥ മൂല്യം അളക്കുന്നത് അതിൻ്റെ കെട്ടിടങ്ങൾ കൊണ്ടല്ല. അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളെ അടിസ്ഥാനമാക്കിയാണ്. ആ നിലയിൽ നോക്കുമ്പോൾ പാവനാത്മ കോളേജ് ഇന്ന് ഉന്നതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ കോളേജിൻ്റെ ഈ ക്യാമ്പസിൻ്റെ അഭിമാനങ്ങളാണ്. നിങ്ങൾ ഇവിടെ പഠിച്ചിറങ്ങിയ കാലത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ ഈ കലാലയത്തിൽ വന്നിട്ടുണ്ട്. 1982 അവികസിതമായിരുന്ന ഈ ഒരു മുരിക്കാശ്ശേരി പ്രദേശത്ത് ഈ കോളേജ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതൊരു കേവലം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നില്ല. അവികസിതമായിരുന്ന ഒരു ഗ്രാമത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വെളിച്ചം കൂടിയായിരുന്നു. കോതമംഗലം രൂപതയുടെ കീഴിൽ ഇപ്പോൾ മാനേജരച്ഛൻ സൂചിപ്പിച്ചതുപോലെ അന്ന് തോമസ് നെടുമ്പുറം അച്ഛൻ ദാനമായി നൽകിയ സ്ഥലം, അഭിവന്ദ്യ ജോർജ് പിന്നക്കോട്ടിൽ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം, അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഈ ഒരു കോളേജ് ഇവിടെ അനുവദിക്കപ്പെട്ടപ്പോൾ അത് സമൂഹത്തിൽ ഈ പ്രദേശത്ത് ജാതി മത ഭേദമന്യേ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏവർക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അക്കാദമിക രംഗത്തും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഈ കഴിഞ്ഞ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി നമ്മൾ വളരെ വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആധുനിക സൗകര്യങ്ങളുള്ള ലബോറട്ടറികൾ, ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി സൗകര്യങ്ങൾ, 2019 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇൻഡോർ സ്റ്റേഡിയം, നിരവധിയായ പുതിയ കോഴ്സുകൾ എന്നിങ്ങനെ വളരെ സമ്പന്നമായ ഒരു രീതിയിലേക്ക് നമ്മുടെ കോളേജ് വളർന്നു കഴിഞ്ഞു. ഇന്ന് 10 ഡിഗ്രി കോഴ്സുകളും 5 പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും 2 റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റുകളും ഒക്കെയായി ഈ കോളേജ് വളരെയേറെ വളർന്നിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ നമ്മുടെ മാനേജ്മെൻറ്റിനെയും കാലാകാലങ്ങളിൽ ഇതിനെ മുന്നോട്ട് നയിച്ച പ്രിൻസിപ്പൽമാർ, അതുപോലെ അധ്യാപകർ, ഇവരെയെല്ലാം വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നതിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി രൂപതയുടെ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവാണ്. ഇതിൻ്റെ രക്ഷാധികാരിയാണ്. കോളേജിൻ്റെ ജൈത്രയാത്രയിൽ ഇതിന് കരുത്ത് പകരുന്നത്
നമ്മുടെ മാനേജർ ജോസ് കൈവേലിക്കൽ അച്ഛനാണ്. ഇടുക്കി രൂപതയിലേക്ക് ഈ കോളേജ് കൈമാറി കഴിഞ്ഞപ്പോൾ എഡ്യൂക്കേഷണൽ സെക്രട്ടറി എന്ന നിലയിൽ കുറേ വർഷങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കോളേജിൻ്റെ മാനേജറായിട്ട് എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളുമായി നമ്മോടൊപ്പം ഉണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളുടെ ബർസാറായിട്ട് വളരെയേറെ പ്രഗത്ഭനായ പല സ്ഥാപനങ്ങളെയും വളരെ മികച്ച രീതിയിൽ കൈപിടിച്ചുയർത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയാണ് ഫാദർ വിൽസൺ മണിയാട്ടച്ചൻ. ഈ വർഷമാണ് അച്ഛൻ ഇവിടെ മെയ് മാസത്തിലാണ് ഇവിടെ ചാർജ് എടുത്തത്. തീർച്ചയായും നമ്മുടെ കോളേജിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അച്ഛൻ്റെ ഒരു സാന്നിധ്യം ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. പല മുൻ പ്രിൻസിപ്പൽമാരും നമ്മളോടൊപ്പം ഉണ്ട്. പീറ്റർ സാറ് ഉടനെ തന്നെ എത്തും. ആദ്യത്തെ പ്രിൻസിപ്പൽ സിറിയക്ക് താഴത്തെ വീട്ടിലച്ഛൻ ഇവിടുത്തെ ആദ്യത്തെ ബാച്ചിലെ കുട്ടികൾക്കൊക്കെ വളരെയേറെ ഓർമ്മയുള്ള വളരെയേറെ സഹായകരമാകുന്ന നിലപാടുകളുമായി കോളേജിനെ നല്ലൊരു തുടക്കം കുറിച്ച പ്രിൻസിപ്പല്. തുടർന്ന് TS ചാക്കോ സാർ ഉണ്ടായിരുന്നു, ജോസഫ് പഞ്ഞിക്കാരൻ സാർ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ ശിഷ്യഗണങ്ങൾ ഇന്നിവിടെയുണ്ട്. തുടർന്ന് തോമസ് പെരിയപ്പുറച്ചൻ, അച്ഛനെ തുടർന്ന് VG കുര്യൻ സാർ ഉണ്ടായിരുന്നു. താനത്തുപറമ്പിലച്ഛൻ ജോർജ് താനത്തുപറമ്പിലച്ഛന്, MJ ജോൺ സാറ്, തുടർന്ന് പീറ്റർ സാറ്, VJ പീറ്റർ സാറ്, സിസ്റ്റർ ആനി പോൾ, ഡോക്ടർ ജോൺസൺ വി, ഡോക്ടർ ബെന്നിച്ചൻസ്കറിയ എന്നിങ്ങനെ കുറേയേറെ വളരെ പ്രഗത്ഭരായ പ്രിൻസിപ്പൽമാരുടെ നേതൃത്വത്തിൽ ഈ കലാലയത്തിന് NAAC അക്രഡിറ്റേഷൻ നേടാൻ കഴിഞ്ഞു. 4th സൈക്കിളിൽ അക്രഡിറ്റേഷൻ നേടിയ ഇടുക്കി ജില്ലയിലെ 2ഓ 3ഓ കോളേജുകളിൽ ഒന്നാണ് പാവനാത്മ കോളേജ്. NIRFൻ്റെയും KARFൻ്റെയും ഒക്കെ അക്രഡിറ്റേഷനിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളുടെ അക്കാദമിക നിലവാരത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കാനുള്ളൊരു പ്രതിബദ്ധത ഈ കോളേജ് എപ്പോഴും കാണിക്കുന്നു. ഈ മാറ്റങ്ങൾക്കിടയിലും പാവനാത്മ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകിയ ആ മൂല്യങ്ങളും സ്നേഹവും ഇന്നും ഇവിടെ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മെഗാ അലുമിനി മീറ്റ് വെറുമൊരു ഒത്തുചേരൽ മാത്രം ഒതുങ്ങരുത് എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി, അധ്യാപകർ ഇവിടെ നിന്ന് വിരമിക്കുന്നു. സ്ഥാപനത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഈ ഒരു സ്ഥാപനം ഒരു വികാരമായി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ തുടർന്നും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങളുടേതായ തൊഴിൽ മേഖലകളിൽ, വിവിധ സ്ഥാപനങ്ങളിൽ നിങ്ങളുടെ അനുഭവ സമ്പത്ത്, നിങ്ങളുടെ അറിവുകൾ പകർന്നു നൽകാൻ പൂർവ്വ വിദ്യാർത്ഥികൾക്ക്, അലുമിനൈക്ക് ഒരു കടമയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അത് സ്വാഗതാർഹമാണ്. അങ്ങനെയുള്ള മേഖലകൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പുതിയ 4 ഇയർ UG പ്രോഗ്രാംസ് ഒക്കെ വന്നപ്പോൾ ഇന്റേൺഷിപ്പിനൊക്കെ സാധ്യതകൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലകളിൽ അത്തരത്തിൽ കുട്ടികളെ സഹായിക്കുന്ന, ഇപ്പോഴുള്ള കുട്ടികളെ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു രീതികൾ, നടപടികൾ അലുമിനയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ കോളേജിൻ്റെ ഭാവി പ്രവർത്തനങ്ങളിൽ, അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ അവസരത്തിൽ നമ്മളുടെ വിശിഷ്ടാതിഥി ഡോക്ടർ രാജു നാരായണ സ്വാമി IAS എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളുടെ കേരള സംസ്ഥാനത്ത് വളരെ ശ്രദ്ധേയനായ, പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. രാജു നാരായണ സ്വാമി IAS SSLC മുതൽ IAS വരെ എല്ലാ രംഗങ്ങളിലും 1ാം റാങ്ക് നേടി വിദ്യാർത്ഥികൾക്കൊരു മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്.
നല്ലൊരു എഴുത്തുകാരാണ്. ഏതാണ്ട് 33ഓളം പുസ്തകങ്ങൾ രചിച്ച് നമ്മുടെ സംസ്ഥാനത്ത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി, ദേശീയ തലത്തിലും ഹോമി ഭാഭ അവാർഡ് നേടി തുടങ്ങി അതുപോലുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടി ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരൻ. അഴിമതിക്കെതിരെ വ്യക്തമായ നിലപാടുകളുമായി എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു മുന്നണി പോരാളി. നമുക്ക് തീർച്ചയായും നല്ലൊരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ഇവിടെ വിശിഷ്ടാതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഡോക്ടർ രാജു നാരായണ സ്വാമിയെ IAS-നെ നമ്മളുടെ ഈ കുടുംബ സംഗമത്തിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ അലുമിനി നെറ്റ്വർക്ക് വഴി പരസ്പരം പങ്കുവെക്കാനും വളരാനുമുള്ള ഒരു വേദി കെട്ടിപ്പടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. ഇന്ന് ഈ മനോഹരമായ അലുമിനി സംഗമം സാധ്യമാക്കിയ അലുമിനി അസോസിയേഷനെ ഭാരവാഹികളെയും നേതൃത്വം കൊടുക്കുന്ന അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ പഴയ ക്ലാസ് മുറികളിൽ കൂടി നടക്കാനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും ഈ ദിവസം സാധിക്കട്ടെ. നിങ്ങളുടെ മടങ്ങി വരവ് പാവനാത്മയ്ക്ക് പുതിയൊരു ഊർജം പകരും. പാവനാത്മയുടെ വികസനത്തിന് ഓരോ അലുമിനിയും പങ്കാളിയായി മാറുന്ന പുതിയൊരു സംസ്കാരത്തിന് നമുക്ക് തുടക്കമിടാം. എല്ലാവർക്കും എല്ലാ നന്മയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you, sir. You are a natural leader and collaborator, and your skills at uniting cross-functional teams drive this program to success. The person who has been the true architect behind the scenes, tirelessly working to ensure every detail is perfect and every challenge is met, is our exceptional pastor, Reverend Father Wilson Maniat. We are incredibly fortunate to have his guidance. Dear Father, please grace us with your insightful words. നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സജി കെ ജോസ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, പഴയ മുഖങ്ങളൊക്കെ ഒന്ന് മാറി പുതിയ മുഖങ്ങളുമായിട്ടാണ് നിങ്ങളിവിടെ ഒത്തുചേർന്നിരിക്കുക. 1982 മുഖം മാറി 2025 നമ്മുടെയൊക്കെ മുഖഭാവങ്ങളൊക്കെ മാറിയിരിക്കുകയാണ്. ചിന്താഗതികളൊക്കെ മാറിയിട്ടുണ്ട്, പ്രായമൊക്കെ മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരേ ഒരു സ്വഭാവമുണ്ട്. ക്ലാസ്സിലിരിക്കുന്ന അതേ സ്വഭാവം ഇപ്പോഴും നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും സംസാരിക്കുമ്പോഴും ക്ലാസ്സിലിരുന്നു കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്ന അധ്യാപകനെ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ സ്വകാര്യതകളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുന്ന ഒരു ശൈലി, അത് പ്രായമായാലും നമ്മുടെ കുട്ടിത്വം വിട്ടുമാറാത്തതിൻ്റെ നല്ലൊരു ലക്ഷണമായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുക. അതുതന്നെയാണ് നമുക്കിന്നിവിടെ ആവശ്യമായിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളിവിടെ ഒത്തുചേരുമ്പോൾ കഴിഞ്ഞതിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് ഉപരിയായിക്കൊണ്ട് ഹൃദയബന്ധങ്ങളെ ഒന്ന് ശാക്തീകരിക്കുവാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിവിടെ ഇങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുക. പഴയ കാലത്തേക്കൊന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ കടന്നുപോയ കലാലയ ജീവിതത്തിലേക്ക് ഒന്ന് പിന്നോക്കം നടക്കുകയാണ്. അപ്പം നമ്മുടെ ആ ചെറുപ്പത്തിലേക്കൊന്ന് കടന്നു പോകുമ്പോൾ
ഒരു ഓർമ്മകളെ പിന്നോട്ടൊന്ന് കൊണ്ടുപോകുവാനായിട്ട്. അത് മനുഷ്യന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. പാസ്റ്റിൽ ജീവിക്കാൻ സാധിക്കും, ഫ്യൂച്ചറിൽ ജീവിക്കാൻ സാധിക്കും. അങ്ങനെ പാസ്റ്റിലോട്ട് നമ്മളിന്ന് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ട് മാത്രമേ ഇതിന് കാണേണ്ടതായിട്ടുള്ളൂ. അങ്ങനെ ഹൃദയബന്ധങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് നമ്മുടെ വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ ജോലികളിലായിരിക്കും നമ്മളെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്ന ചെറിയൊരു ചരടുണ്ട്. അതാണ് ഈ പാവനാത്മ എന്നുള്ള നാമം. പാവനാത്മ എന്നുള്ള പേരിൽ നമുക്കെല്ലാവരും ഒരുമിച്ച് കൂടാനായിട്ട് ഇവിടെ സാധിച്ചിരിക്കുകയാണ്. നമ്മുടെ മുൻപിലിരിക്കുന്ന അധ്യാപകർ അവർ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന കുറേ മൂല്യങ്ങളുണ്ട്. അവരുടെ മൂല്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് സ്വപ്നങ്ങൾ നെയ്ത് നമ്മുടെയൊക്കെ ഭാവിയെ നമ്മൾ കരുപിടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുക. സജി സാർ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേടിയെടുത്തിരിക്കുന്ന ആ മൂല്യങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൂടി ഒന്ന് പങ്കുവെച്ചു കൊടുക്കുവാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് നമ്മുടെ ഇങ്ങനെയുള്ള കുടുംബ സമ്മേളനങ്ങൾ. പാവനാത്മ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം തന്നെയും നിങ്ങളെല്ലാവരും ഇവിടെ ഇന്നായിരുന്നു കൊണ്ട് ഇവിടെ ആയിരിക്കുന്ന മീറ്റിംഗ് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടെ ക്ലാസ് മുറികളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് പഴയകാല ചിന്തകൾ, പഴയകാല തമാശകൾ ഒക്കെ നമുക്കൊന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുക. പ്രസംഗത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലാത്തൊരവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി. Thank you, Father. It gives me immense pleasure to invite Reverend Dr. Joby John, Vice Principal of our college, a person known for joyful spirit, warmth and inspiring presence. Sir, please join us to felicitate this guy. നമ്മുടെ ഇന്നത്തെ യോഗത്തിന് അധ്യക്ഷനായ സജി ജോസ് സാറെ, സ്റ്റേജിലുള്ള വിശിഷ്ടാതിഥികളെ, ഓഡിയൻസിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയ മുൻ വിദ്യാർത്ഥികളെ, ഒത്തിരി സന്തോഷമുള്ള ദിവസമാണ്. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരും ചിത്രം ഒരു വട്ടം കൂടി എന്നെ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറഞ്ഞതുപോലെ വിശിഷ്ടാതിഥിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ രാജനാരായണ സ്വാമി സ്ഥലത്ത് ചേർന്നിട്ടുണ്ട്. നമുക്ക് കൈയടി കൊടുത്ത് നമ്മുടെ ചീഫ് ഗസ്റ്റിനെ കുറിച്ച് വളരെ വിശദമായിട്ട് സ്വാഗതത്തിലും അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിലുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. കേരളത്തിലുള്ള നമുക്ക് ഏറ്റവും ആദർശത്തിൻ്റെ ഒരു മുഖമായിട്ടുള്ള വ്യക്തിത്വമാണ് രാജനാരായണ സ്വാമി സാർ. നമുക്കറിയാം, പഠന മേഖലകളിൽ മാത്രമല്ല, ഞാനൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ, ഞാൻ ശേഷമുള്ള കാലഘട്ടത്തിലൊക്കെ ഓർക്കും, പിന്നെ കേട്ടിട്ടുള്ള ഓരവസരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് കേട്ടപ്പോഴും IAS കിട്ടി അദ്ദേഹത്തിൻ്റെ പേരുകൾ പത്രങ്ങളിൽ വന്നപ്പോഴും റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തിയപ്പോഴും ഒക്കെ അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരുമില്ല. വളരെ അഭിമാനകരമായ രീതിയിൽ, ഇന്ന് ഏറ്റവും ലളിതമായ രീതിയിൽ തൻ്റെ ശുശ്രൂഷാ മേഖലകളെ, അതുപോലെ തന്നെ ഭരണനിർവഹണ മേഖലകളെ എപ്രകാരം ലളിതമായി കൈകാര്യം ചെയ്യാമെന്നും അഭിമാനത്തോടെയും തൻ്റെ ഇടത്തോടെയും ചെയ്യാമെന്നുള്ള വ്യക്തിത്വത്തോട് തെളിയിച്ച ആളാണ് ബഹുമാനപ്പെട്ട രാജനാരായണ സ്വാമി സാറ്. അദ്ദേഹത്തെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ആരംഭിച്ചിടത്തേക്ക് തിരികെ വരാം. അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഒത്തിരി വലിയ പ്രസംഗങ്ങളിലൂടെ അല്ല. എനിക്ക് നിങ്ങളെ പരിചയം 1998 ബർസാറായി ഞാനിവിടെ ഉണ്ടായിരുന്നു. 2002 വരെ 2013 തിരികെ വന്നത്. ഒരു കാലഘട്ടം വളരെ സന്തോഷകരമായ കാലഘട്ടമായിരുന്നു. പഴയൊരു കാലഘട്ടം ഞാൻ ഓർക്കാറുണ്ട്. ആദ്യത്തെ കാലഘട്ടത്തിലായിരുന്നപ്പോഴൊക്കെ ഇവിടെ ഒത്തിരിയേറെ പരിമിതികളുണ്ടായിരുന്നു. നിങ്ങൾക്കും അറിയാം, കെട്ടിടങ്ങൾ പലതുമില്ല. പല അധ്യാപകരൊക്കെ അവിടെ ഉണ്ടായിരുന്ന കുറയിലെ അവിടെ ഒരു ആശുപത്രിയുടെ തന്നെ ഭാഗമായ സിംഗിൾ റൂംസ് അധ്യാപകർ കിട്ടി. വിദ്യാർത്ഥികൾ കുറേ പേർ അവിടുത്തെ വാർഡുകൾ കിട്ടി. അതൊക്കെ ലളിതമായിട്ടൊക്കെ ജീവിച്ച് അവിടെ നിന്ന് അധ്യാപകർ വളരെ ത്യാഗത്തോടു കൂടിയാണ് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ജീവിച്ചതും ഈ താമ്പടെ യാത്ര ചെയ്തതുമെല്ലാം. വഴികളില്ല, വാഹനങ്ങളില്ല, ഒത്തിരിയേറെ ബുദ്ധിമുട്ടേറിയ ഏറ്റവും ആദ്യത്തെ ബാച്ചിലുള്ള ആൾക്കാരൊക്കെ സംസ്ഥാനം കൂടി ഇരിപ്പുണ്ട്, കുറേ പേരുണ്ട് ഇവിടെ.
ഏറ്റവും ആദ്യത്തെ ബാച്ച് മുതലൂടെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ നന്മയോടുകൂടി നിൽക്കുന്ന ചിത്രം അത് തന്നെയാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച് വളരെയേറെ വിജനമായ അല്ലെങ്കിൽ വളരെ വിദൂരമായ ഈ സ്ഥലത്ത് ആരംഭിച്ച് ലളിതമായ ശൈലിയിൽ വളരെ ബന്ധങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ഥാപനമാണ് നമ്മളുടെ ഭവനാത്മാ കോളേജ്. ഇന്ന് നമുക്ക് ആ ബന്ധം കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മയിലൂടെ പോകുന്നുണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ആ നല്ല ബന്ധങ്ങൾ കാണാറുണ്ട്. ഒരിക്കൽ ദുബായിൽ പോയപ്പോൾ മഞ്ജുവിൻ്റെ വിപിനൊക്കെ ഉള്ള അവിടെ ചെന്ന് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഭവനാത്മാ കോളേജിൻ്റെ 3-4 അലുമിനി യൂണിറ്റുകളുണ്ടെന്ന് പറഞ്ഞു. പല സെൻ്ററുകൾ കൂടാറുണ്ട്, പനമ്പള കോളേജിൻ്റെ പേരിൽ അലുമിനികളായിട്ട് കൂടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഒരു ഭവനാത്മ അംഗം എന്ന രീതിയിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഈ എനിക്ക് വളരെ അറിയാവുന്നതാണ്. ഇടവകളിലും സ്ഥാപനങ്ങളിൽ വളരെ കണ്ടുമുട്ടിയിട്ടുള്ള മുഖങ്ങളാണ്. പക്ഷെ അവരൊക്കെ ഈ ഭവനാത്മ കോളേജിൽ അംഗങ്ങളായെന്നുള്ളത് ചിലരൊക്കെ ഇന്ന് കാണുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ഒന്നുകൂടാനും നിങ്ങളുടെ പഴയ ക്ലാസ് മുറികളിൽ ഇരിക്കാനും അതുപോലെ തന്നെ ബെഞ്ചിലൊക്കെ നിങ്ങൾ കോറിയിട്ട ചിത്രങ്ങളും പേരുകളും ഒക്കെ പടങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കാനും കൂടിയുള്ള അവസരമാണ്. പ്രണയം കൊട്ടിട്ട ബൊഗേമിൻ്റെയൊക്കെ വെട്ടിക്കളഞ്ഞു. അതിപ്പോൾ ചാപ്പലിൻ്റെ സൈഡിലേക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊക്കെ പോയി കഴിഞ്ഞു. ക്ലാസ് മുറികളൊക്കെ അവസാനിക്കുന്നുണ്ടാവും. നമുക്കെല്ലാം നമ്മുടെ സൗഹൃദങ്ങളെ വീണ്ടും സൂക്ഷിക്കാം. നമ്മുടെ കൂട്ടുകാരെല്ലാവരും കാണാം. ഇന്ന് പലരും പല നിലകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉന്നതമായ സ്ഥാനങ്ങളിലൂടെ കടന്നുപോയ ആളുകളും ഇവിടെ സേവനം ചെയ്തിട്ടുള്ള ഉന്നതരായ വ്യക്തികളും ഒക്കെ നമുക്കിവിടെ തീർച്ചയായിട്ടും ഉണ്ട്. ഈ സൗഹൃദത്തിൽ നിങ്ങൾ കൂടെ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഞാൻ അതിലേക്ക് അധികം ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു അലുമിനി ഗാദറിംഗ് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, Father. Now we have the most highlighted event of today's program. Dr. Raju Narayana Swamy IAS, Principal Secretary to the Government of Kerala, IAS officer who fought against corruption with integrity. He is the first Malayali to secure All India first rank in civil service examination, an IIT alumnus with dual PhDs, an accomplished scholar who wrote 33 books and authored with leadership excellence. As the district collector, I invite you. വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ വൈദികരെ, പ്രിയപ്പെട്ട അലൂമിനി അംഗങ്ങളെ, സ്നേഹഭരരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇടുക്കിയുടെ വിളക്കായി, വെളിച്ചമായി, മണിദീപമായി, ലലാട ഫലകത്തിലെ തിലകമായി പരിലസിക്കുന്ന ഈ സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ മെഗാ അലൂമിനി മീറ്റിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലെ സന്തോഷം, അവാച്യമായ ആനന്ദാനുഭൂതി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു ഭൂവിഭാഗം, പച്ചിലച്ചാർത്തിൻ പഴുതങ്കലൂടെ അതാ കാണുന്നു പശ്ചിമമ്പരത്തിലെ പനിനീർ പൂന്തോട്ടങ്ങൾ. ഇത്രയും സൗന്ദര്യം ഞാൻ നുകരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, എന്നിട്ട് ഇനിയും തീർന്നില്ലല്ലോ എന്ന് കവി പാടിയത് വാത്തിക്കുടി പഞ്ചായത്തിനെ കുറിച്ചാണോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്, ശങ്കിക്കാറുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എന്ന് കവി പാടിയത് മുരിക്കാശ്ശേരിയെ കുറിച്ചാണ് എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും സംശയമുണ്ടെങ്കിലും എനിക്ക് യാതൊരു സംശയവും. അതുകൊണ്ട് തന്നെയാണ് നാട്യപ്രധാനമായ നഗരത്തിൽ നിന്നും നന്മകളാൽ സമൃദ്ധമായ ഈ നാട്ടിൻപുറത്തേക്ക് എത്തുവാൻ ലഭിക്കുന്ന ഒരവസരവും ഞാൻ പാഴാക്കാത്തത് എന്നുകൂടി ഈ വേദിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ അലൂമിനി മീറ്റുകൾ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സംഗമങ്ങളാണ്. പ്രകാശത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ കഥകൾ എന്നാണ് അലൂമിനി മീറ്റുകളെ കഥകളുടെ കാലഭൈരവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പ്രകാശത്തിന്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ കഥകൾ, സാഹോദര്യത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കവിതകളാണ് നമ്മുടെ അലൂമിനി മീറ്റുകൾ. മഴ മണ്ണിനോട് എന്താണോ ചെയ്യുന്നത്, അതാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ മാനവരാശിയോട് ചെയ്യുന്നതെന്ന് ആപ്തവാക്യം
അവസരത്തിൽ ഓർത്തുകൊള്ളട്ടെ. ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ കൂലംകുത്തി ഒഴുക്കിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് ആ ദിശാബോധം ആവാഹിപ്പിക്കുവാനുള്ള രാസത്വരകങ്ങളാണ്, വ്രതസഞ്ജീവനി മന്ത്രങ്ങളാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ. ഒരു ക്രിസ്മസ് വേളയുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഗമം നടക്കുന്നതെന്നത് അതിന്റെ പ്രാധാന്യത്തെ വിപുലീകരിപ്പിക്കുന്നു. ഉൾക്കിരീടവും ചാർത്തി അങ്ങ് വിശ്രമം കൊള്ളൂ മൂർഖമാം നിയമത്തിൻ നരായ മനകളിൽ. യേശുദേവൻ പരിത്യാഗശീലത്തിന്റെ പ്രതീകമാണ്. 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഉണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മുഖമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ. ആരാൽ ഇറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട വെണ്ണുകിൽ തുണ്ടുകൾ. പാപം ഹരിച്ച് പാരിന് വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശെ ജയിക്കുക എന്ന മഹാകവി ജി ശങ്കരക്കുറുപ്പിന്റെ ഇന്നു ഞാൻ നാളെ നീ എന്ന കവിതയിലെ പ്രശസ്തമായ വരികളാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയത്. ആധ്യാത്മികതയിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുഖമുദ്ര അതാണ് എന്ന അത്തരത്തിലുള്ള ഏതാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ മഹാഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിസ്സംശയം പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈശ്വരന്റെ യാഥാർത്ഥ്യമോ അതോ കേവലം ഒരു സങ്കല്പമോ? ഈശ്വരന്റെ യാഥാർത്ഥ്യമോ അതോ കേവലം ഒരു സങ്കല്പമോ? ഒരു തഥ്യയോ അതോ തഥ്യയായി തോന്നുന്ന മിഥ്യയോ എന്ന് പോലും സംശയിക്കുന്ന സന്ദേഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ശാസ്ത്രത്തിന്റെ അഭൗമമായ വളർച്ചയും ഭൗതികവാദത്തിന്റെ അനിതര സാധാരണമായ വികസനവും ആ സംശയത്തെ കൂടുതൽ ബലവത്താക്കി. എന്നാൽ അങ്ങനെ സംശയിക്കുന്നവരോട്, സന്ദേഹിക്കുന്നവരോട് സ്വാമി വിവേകാനന്ദന്റെ ജീവിതത്തിലെ ഒരു സംഭവ കഥയിലൂടെ മറുപടി പറയുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചു കൊള്ളട്ടെ. അന്ന് നരേന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊച്ചു സ്വാമിജി തന്റെ ഗുരുഭൂതനായ ശ്രീരാമകൃഷ്ണ പരമഹംസനോട് ഒരു ദിവസം ചോദിക്കുകയുണ്ടായി, താങ്കൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ ഗോഡ്? അദ്ദേഹത്തിന്റെ മറുപടി എന്തെന്നല്ലേ? യെസ്, ഐ ഹാവ് സീൻ ഗോഡ്. I have seen him as I see you before me. ഈശ്വരൻ സത്യമാണ്, സ്നേഹമാണ്, നീതിയാണ്, ന്യായമാണ്, ധർമ്മമാണ്. നിരീശ്വരവാദിയുടെ നിരീശ്വരത്വവും ദൈവമാണ്. God is a circle whose center is everywhere and whose circumference is nowhere. ജഗദീശ രാത്രിയും ശശാങ്ക താരകങ്ങളും പകലും അർക്കബിംബവും നിറഞ്ഞ മേഘജാലവും മൃഗകദംബ പക്ഷി പുഷ്പ വൃക്ഷശലഭ വൃന്ദവും അല്ലേ? ഗഗനമെന്തൊരത്ഭുതം! ആകാശത്തേക്ക് നോക്കൂ, ഗഗനമെന്തൊരത്ഭുതം! സമുദ്രമെന്തൊരത്ഭുതം! സകല ലോകജാല ജീവൻ എന്നതെന്തൊരത്ഭുതം! ശാസ്ത്രം എത്ര വളർച്ച പ്രാപിച്ചാലും ഒരു നഗ്ന സത്യത്തിന് നേരെ മുഖം തിരിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. He paints the wayside flower. He likes the evening star. ചന്തവേറിന പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയുന്നൊരു ചിത്രജാതി കട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരഷ്ടിയിൽ നീട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങും ഈശ്വര വാഴ്ത്തുകയും. അത്തരത്തില് ആധ്യാത്മികതയും ഭൗതികതയും കൈകോർത്ത് പിടിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പാവനാത്മ കോളേജ് 1982 മുതൽ നാളിതുവരെ 43-44 വർഷങ്ങളായി പിന്തുടർന്നു പോരുന്നത് എന്നറിയുന്നതിൽ അഭിമാനമുണ്ട്. ഒരു ഗ്ലോബൽ അലൂമിനി മീറ്റ് അതിന്റെ അംഗങ്ങൾക്കിടയിൽ, അതിന്റെ അലൂമിനി അസോസിയേഷൻ അംഗങ്ങൾക്കിടയിൽ വളർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമേതെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയുന്നത് എമ്പതിയാണ്. എന്താണ് എമ്പതി? അന്യന്റെ ജീവിതത്തെ അന്യന്റെ വീക്ഷണകോണത്തിലൂടെ കാണാനുള്ള കഴിവാണ് എമ്പതി. ഇമോഷണൽ ഇന്റലിജൻസിന്റെ പരാകാഷ്ഠയാണ് എമ്പതി.
അന്തിക്ക് തിരിച്ചത്തെ മീൻപിടുത്തക്കാർ മുറ്റും. അന്തകൂട്ടത്തിൽ ഒരാളില്ല അവളുടെ കാന്തനെന്ന് കേൾക്കുമ്പോൾ ആ മത്സ്യത്തൊഴിലാളി സ്ത്രീയുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള കഴിവ് അവൾക്കുണ്ടായിരിക്കണം. അതാണ് എമ്പതി. എമ്പതി ഇല്ലാത്തൊരു വ്യക്തി വാലും കൊമ്പും എഴാതുള്ള മഹിഷമാണ് എന്ന് പ്രശസ്തനായ ഒരു സാഹിത്യകാരൻ പറഞ്ഞത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ്. അപൂർണമായ ഏതോ ഒന്നിനെ തേടുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസമെങ്കിൽ, നന്മയുടെ സൂക്ഷ്മതലങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു പ്രതിഭാസമാണ് വിദ്യാഭ്യാസമെങ്കിൽ, ആ വിദ്യാഭ്യാസത്തിന്റെ ശ്രീകോവിലിൽ കൊളുത്തിയ ഭദ്രദീപമാണ് എമ്പതി. ഉള്ളു പൊള്ളിച്ചും നോവ് തീറ്റിച്ചും കടന്നു പോകുന്ന കടൽക്കാറ്റിനെ പോലെയുള്ള നൊമ്പര കഥകൾ അവന്റെ മനസ്സിനെ വേദനിപ്പിക്കണം. അതാണ് എമ്പതി. മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക. അതായിരിക്കട്ടെ ഈ ഗ്ലോബൽ അലൂമിനി മീറ്റിന്റെ ഉദ്ദേശം. ഈ വേള ഞാൻ ആശിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മനസ്സുള്ള, മനസ്സാക്ഷിയുള്ള ഒരു തലമുറ. അപ്പരബ്രഹ്മം താൻ ഞാനെന്ന് കൂറുന്നു, രാപ്പകൽ എന്നോട് അന്തറിയാം. അതാണ് മനസ്സാക്ഷി. പെറ്റ മണ്ണിനെ, പിറന്ന നാടിനെ മറക്കാത്തൊരു തലമുറ. അടിയിൽ ഇനിയും ഉണ്ടാം ജന്മമെന്നാൽ അതെല്ലാം അടിമുതൽ മുടിയോളം നിന്നിലാവട്ടതായേ. അടിമല ഇടവേണം താങ്ങുവാൻ മറ്റൊരിടത്തടിയുവത് ഞെരുക്കം മുക്തിസിദ്ധിക്കുമ്പോളം എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ. പ്രിയപ്പെട്ടവരെ, ജീവിതം ആഴി പോലെ അനന്തമാണ്. അതിൽ നിന്ന് ഓരോരുത്തരും ലഭിക്കുന്നത് ഒരു കൈക്കുമ്പിൾ ജലം മാത്രം. ആ കുടിനീര് കണ്ണുനീരായി തീരുമ്പോൾ, ആ പാനപാത്രം വിഷപാത്രമായി തീരുമ്പോൾ നമുക്ക് താങ്ങും തണലുമായി വെല്ലുന്നത് മുൻ സഹപാഠികളാണ്, മുൻ സതീർത്ഥരാണ്, സമൂഹമാണ്. പാദരാമിൽ തൻ തലയണമേ വിഴുതീർ ചൊരിയാത്തവരായിരുന്നു. അർദ്ധരാത്രിയിൽ തലയണയെ കെട്ടിപ്പിടിച്ച് കരയാത്തവരാരെങ്കിലും ഉണ്ടോ? ആരും. ഇന്ത്യയിൽ മുഖത്തിൻ സൗവർണ ദീപ്തിയെ കണ്ടെത്തിടാത്തവരായും ആയമറയിൽ എന്തിനീ നോവിന്റെ വീണയിൽ വീട്ടിയ നിൽക്കൂ എന്ന് ചിന്തിച്ചു നിൽക്കുന്ന മനുഷ്യന് താങ്ങും തണലുമായി തീരുന്ന സ്നേഹ സംഗമങ്ങളാണ് നമ്മുടെ അലൂമിനി മീറ്റുകൾ. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ കുലം കുത്തി ഒഴുക്കിൽപ്പെട്ട് ദിശാബോധം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിലേക്ക് ആ ദിശാബോധത്തെ ആവാഹിപ്പിക്കുന്ന മൃതസഞ്ജീവനി മന്ത്രമായി ഈ മെഗാ അലൂമിനി മീറ്റ് തീരുമാനിടയാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സുദീർഘമായ ഒരു കീനോട്ട് അഡ്രസ് ഒന്നും ഞാൻ വരുന്നില്ല. ഗീതാഞ്ജലിയിലെ രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികളാണ് എന്റെ മനസ്സിനെ കോടിയെത്തുന്നത്. Where the mind is without fear. എവിടെ നിർഭയമാകുന്നു മനസ്സം, and head held high. എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം. To that heaven of freedom, my father, let my country awake. ആ awakening ആണ്, ആ ഉയർത്തെണീപ്പാണ്, ആ ഉണർത്ത് പാട്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വിരാട ഫലകത്തിലെ തിലകങ്ങളാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അലൂമിനി അസോസിയേഷനുകൾ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അസോസിയേഷന്റെ സംഗമത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. വികാരാവേശം വിവേകത്തിനും പ്രസംഗം പ്രവർത്തിക്കും വഴിമാറി കൊടുക്കുന്ന ഒരു സ്നേഹ സംഗമമായി തീരുമാനിടയാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹിക്കയില്ല ഞാൻ നോക്കുമാത്മാവിനെ സ്നേഹിച്ചിടാത്ത ഒരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. പരാപരാത്മൻ ഭക്തഭിഗമ്യൻ ഭവാനയാർ കാണുന്നു, ചരാചര പ്രേമാഞ്ജനമെഴുതിന് ചക്ഷുസില്ല ഞാൻ. ഇത് മഴയ്ക്ക് നമ്മെ പാലം നിൽക്കുന്ന ആവണശിശുവിമായ പരസ്പര സ്നേഹം സംഹിതത്വത്തിന്റെ കൺമതികളെ തച്ചുടച്ചുകൊണ്ട് മനുഷ്യത്വപ്രതിഷ്ഠമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന്റെ സമാരംഭമായി ഈ വേദിയിലെങ്കിലും കാശി നിവാസികൾ, ഇടുക്കി നിവാസികൾ അഭിമാന വിജൃംഭിതരായി സംശയം ഒരു വചനം കേരളത്തിലുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ സംഭരിക്കാം. In today's world, there are many who live in air-conditioned rooms, who
In today's world, there are many who live in air-conditioned rooms who need sleeping pills to sleep. Therefore, the challenge before us is to air-condition our minds. For the control of our mind must be firmly in our hands. അത്തരത്തിലുള്ള ഭാവി തലമുറയെ കഴിപ്പിടിപ്പിക്കുക, അത്തരത്തിലുള്ള നല്ലൊരു തലമുറയെ കഴിപ്പിടിപ്പിക്കുവാൻ നിങ്ങൾക്ക് ലഭിച്ച അറിവിന്റെ തിരുനാളുകളും തീപ്പന്തങ്ങളും ഞാനും നിങ്ങൾ അടങ്ങുന്ന തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ ഒരു വേദിയായ ഈ സംഘം ഈ സംഘം some faith to do, something new, like a guest of life, like a dream of delights. Let this love and humility, let this alive, I think this small things and master sensitive. ആമുഖിലാണ് കുട്ടികൾ തമ്മിൽ എന്നും ഫലങ്ങളിലും ഇളക്കവും കുറഞ്ഞവും സസ്യനാട്യമായ ശക്തം പിടിക്കുന്ന ഗ്രാമത്തെ ശാസ്ത്രത്തിൽ മനോഹരമായ ഗ്രാമത്തിലേക്ക് ഉയവട്ടം കൂടിയ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം കർമ്മഭൂമിയാണ്. ഈ കർമ്മഭൂമിയിലേക്ക് ഒരിക്കൽ കൂടി വരാൻ ഈ ഗ്രാമസ്ഥലത്തുള്ള ഈ ചടങ്ങിന്റെ ഭാരമാക്കിയോട് വിശിഷ്യ ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ പ്രിൻസിപ്പലിനോട് അനേകമായ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വരും വർഷങ്ങളില് വിജയത്തിൽ നിന്നും ഉയരത്തിലേക്കും വിജയത്തിൽ നിന്നും വിജയത്തിലേക്കും ഔന്നത്യത്തിൽ നിന്നും ഔന്നത്യത്തിലേക്കും പറന്നുയരുന്ന ഒരു ജനശക്തിയുടെയും ചേതനയുടെയും ഊർജ്ജസ്വരതയുടെയും കൂട്ടായ്മയെയും ഈ അലുമിനി അസോസിയേഷൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ഉയർന്നുകൊണ്ട് ശ്രദ്ധതയുള്ള മുക്തതയുള്ള ലാളിത്യമുള്ള വിനയമുള്ള നല്ലൊരു കടമയെ വാർത്തെടുക്കുവാൻ ഈ വേദി ഉണക്കമായി ഇടയാകമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി അർപ്പിതമായ കർത്തവ്യം നിർവഹിച്ചതായി വിനയത്തിന്റെ ഭാഷയിൽ ഈശ്വരനാമത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. Thank you, sir. These and have truly opened our minds. Use of your grace will serve as a guiding light for our journey ahead. We would be honored to present a memento to our chief guest as a token of our deep appreciation. I request our beloved principal, Professor Sanjay K. Jose, to kindly come up and present this token. It's our immense joy and deepest respect to formally invite Dr. K.J. Devasya, a representative of the Alumni Association, for felicitation. He is the Vice President and Head at Enterprise Risk and Corporate Resilience of Bangalore International Airport Limited. നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ഡോക്ടർ രാജു നാരായണ സ്വാമി IAS, വേദിയിലെ മറ്റ് പ്രമുഖരായ എല്ലാ വിശിഷ്ട അതിഥികൾ, സദസ്സിലിരിക്കുന്ന പൂർവ്വകാല ഗുരുഭൂതരോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരായിട്ടുള്ള സകല ഗുരുഭൂതരെ, എൻ്റെ സതീർത്ഥ്യരും എന്നെപ്പോലെ തന്നെ ഈ കലാലയത്തിൽ പഠിച്ചു പോയ മറ്റ് സകല പൂർവ്വ വിദ്യാർത്ഥികൾ പഠിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ എനിക്ക് പോലും ധാരണയില്ലായിരുന്നു ഞാൻ ഇനി എന്താകാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇനി അടുത്ത് എന്ത് പഠിക്കും, ഏത് ജോലി ചെയ്യും. ഒരുപക്ഷെ ഒത്തിരി വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അന്ന് ബസ് സൗകര്യങ്ങളൊന്നും വളരെ കുറവുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും നടന്നു വന്നും 10-15 കിലോമീറ്ററെല്ലാം നടന്നു വന്ന സംഭവങ്ങളെല്ലാം എൻ്റെ ഓർമ്മയിലൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അന്ന് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾക്ക് നൽകിയ ആ മനോബലം, കോൺഫിഡൻസ്, ഞങ്ങൾക്ക് ഒരുപക്ഷെ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ ഉള്ളിൽ പാകിയ ആ വിത്തുകൾ, അതാണ് ഞങ്ങൾക്ക് എന്നും പ്രചോദനമായിട്ട്, ഞങ്ങൾക്ക് എന്നും മുൻപോട്ട് പോകുവാനായിട്ടുള്ള ഒരു കാരണമായി തീർന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല.
അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വർഷവും അവധിക്ക് വരുമ്പോൾ ഞാൻ മുരിക്കാശ്ശേരിക്ക് വരും. പക്ഷെ ഞാൻ വരുന്ന സമയത്തെല്ലാം ഇവിടുത്തെ വിദ്യാലയത്തിൽ ഇവിടെ വെക്കേഷൻ്റെ സമയമായതുകൊണ്ട് ആരും കാണുമൊന്നുമില്ല. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും കാറെടുത്ത് ഇതിലേ വന്ന് ഒരു റൗണ്ട് അടിച്ച് തിരിച്ചു പോകും. അങ്ങനെയെങ്കിലും വിദ്യാലയം ഒന്ന് കണ്ടിട്ട് പോകാം എന്നോർത്തിട്ട് വളരെ മനോഹരമായ ഓർമ്മകൾ. പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നത് മധുരിക്കുന്ന ഓർമ്മകൾ അയവിറക്കുവാനുള്ള ഓരോ അവസരങ്ങളാണ്. ഇപ്പോൾ കാണാം, ഒരുപക്ഷെ ആ ചെറുപ്പത്തിൻ്റെതായ കുസൃതികളെല്ലാം കാണിക്കുന്ന കുറേ മുതിർന്ന ആൾക്കാർ സദസ്സിലിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ ബെഞ്ചിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ കുസൃതിക്കാരായി തന്നെ മാറിപ്പോകുന്നു. അതെല്ലാം നമ്മുടെ ഓർമ്മകളാണ്. ഈ ഓർമ്മകൾക്കിടയിൽ വളരെ മനോഹരമായ ഒരു സന്ദേശം കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ എന്തായി തീർന്നുവോ, നമുക്ക് എന്തെല്ലാം ഇവിടെ നിന്ന് കിട്ടിയോ അതെല്ലാം തിരിച്ചു കൊടുക്കുവാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ എന്നത്. ഒരു പക്ഷേ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധാനം ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ, ബർസ, മാനേജർ, ടീച്ചേഴ്സ് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ഞങ്ങളാൽ ആവും വിധം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, തയ്യാറാണ് എന്നതാണ്. അതൊരു പക്ഷേ വൈവിധ്യമാർന്ന രീതികളിലാവാം. സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഇന്റേൺഷിപ്പ് ആവാം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പലരും നമ്മുടെ സമൂഹത്തിലെ ഉന്നതങ്ങളിൽ പല മേഖലകളിൽ തെളിയിച്ച ആൾക്കാരാണ്. അവരുടെ കഴിവുകൾ അവർക്ക് ഇവിടെ വന്ന് ഏതെങ്കിലും മോട്ടിവേഷൻ ഗസ്റ്റ് ലെക്ചറുകൾ കൊടുക്കാനായിട്ട്, ക്യാമ്പസ് ഇൻ്റർവ്യൂകൾ നടത്താനായിട്ട്, ഒരു പക്ഷേ ആദ്യ കാലഘട്ടങ്ങൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി സാധ്യതകൾക്ക് വേണ്ടി മറ്റേതെല്ലാം തരത്തിൽ സഹായിക്കുവാൻ പറ്റുമോ അതെല്ലാം. അതിനും പുറമെ ഒരു പക്ഷേ നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പോലെയുള്ള ഏതെങ്കിലും മേഖലകളിലെല്ലാം നമ്മളാൽ പറ്റുന്ന രീതിയിൽ കോളേജുമൊക്കെ സഹകരിച്ച് ചെയ്യാവുന്നതെല്ലാം ചെയ്യുക എന്നുള്ള ഒരു സന്ദേശം. ഞാൻ ഒത്തിരി പറയുന്നില്ല. ഈ അവസരം ഞാൻ ഇങ്ങനെ ഒരു മെഗാ അലൂമിനൈ മീറ്റ് സംഘടിപ്പിക്കുവാനായി മുൻകൈയെടുത്ത ഇവിടുത്തെ പ്രിൻസിപ്പലിനും മാനേജർസിനും അതുപോലെ മറ്റെല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഒപ്പം ഈ മീറ്റിലേക്ക് വന്നു ചേർന്ന എല്ലാവരും ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെ, അങ്ങനെയുള്ള ഒരു അപേക്ഷയോടു കൂടെ വരും കാലങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ടോ അതിൻ്റെ 10 മടങ്ങ് ആളുകൾ വന്നുകൂടുന്ന ഒരു മഹാസംഭവമാക്കി ഇത് മാറ്റണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. Thank you so much, sir, for your inspiring words. As we approach the conclusion of the formal session, it's time to express our gratitude to all those who made this event a grand success. I now invite Advocate Jijo Joseph, Working President, Alumni Association, to propose the vote of thanks. Our Chief Guest is leaving. Thank you, sir. Sir, please. മെഗാ അലുമിനി മീറ്റിൻ്റെ അധ്യക്ഷൻ സജി കെ ജോസഫ്, ഉദ്ഘാടകൻ, ചീഫ് ഗസ്റ്റ്, വേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന 10 വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, പ്രിയ സുഹൃത്തുക്കൾ, നാം എന്തിനാണ് ഇന്നിവിടെ ആയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. നമ്മൾ ഒരിക്കൽ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികളായിരുന്നു. അതുകൊണ്ട് നാം ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുക നമ്മുടെ ഈ കലാലയത്തിൽ നിന്നും പോയ ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ കൂടിയിരിക്കുമ്പോൾ നമുക്ക് ഗൃഹാതിഥ്യത്തിൻ്റെ അലവലികൾ നമ്മുടെ മനസ്സിൽ ഉയരുകയാണ്.
നാം ഓരോരുത്തരും പൂർവ്വ വിദ്യാർത്ഥികൾ എന്നല്ല പറയേണ്ടത്, ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ കലാലയത്തിൻ്റെ ഓരോ വളർച്ചയുടെ പടവുകളിലും നമ്മളുടെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വളർച്ചയിലും നമ്മുടെ പങ്കാളിത്തം നമ്മളിവിടെ ഉറപ്പ് നൽകേണ്ടതാണ്. കാരണം ഒരു കലാലയത്തിൽ നിന്നും നമ്മുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നാം പുറത്തേക്ക് പോയാൽ അവിടെ കൊണ്ട് തീരുന്നതല്ല നമുക്ക് ആ കലാലയവുമായുള്ള ബന്ധം. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനിവിടെ പഠിക്കാൻ വരുന്ന കാലഘട്ടത്തിൽ കരിമനിൽ നിന്നും കമാൻഡർ ജീപ്പിൻ്റെ പുറകിൽ തൂങ്ങി നിന്ന് 4, 5, 6 പേര് കാണും. വളരെ ആസ്വദിച്ച പാട്ടൊക്കെ പാടി ഇവിടെ എത്തി വൈകുന്നേരം നോക്കി നിന്ന്, ഇന്നത്തെ പോലെ വണ്ടിയൊന്നുമില്ല, ഒരു കമാൻഡർ നിറയുന്നോടം വരെ നമ്മളവിടെ നോക്കിയിരിക്കണം. അതിനുശേഷം പുറകിലും ഇരുവശങ്ങളിലും പിടിച്ച് യാത്ര ചെയ്യും. ഇന്ന് വളരെ യാത്രാ സൗകര്യങ്ങളായി. ജീവിതത്തിൻ്റെ മേഖലകളിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ വ്യാവസായികമായും കാർഷികമായും എല്ലാ രീതിയിലും ഇന്ന് മുരിക്കാശ്ശേരി വളരെയേറെ വികസിച്ചിരിക്കുന്നു. വരും തലമുറയ്ക്ക് നമ്മുടെ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുവാനും ഈ കലാലയത്തെ ഉന്നതിയിലേക്ക് പിടിച്ചുയർത്തുവാനും പൂർവ്വ വിദ്യാർത്ഥികളായ ഈ കുടുംബത്തിലെ അംഗങ്ങളായ നമുക്ക് ഓരോരുത്തർക്കും വളരെയേറെ ഉത്തരവാദിത്തമുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇങ്ങനെയൊരു അലുമിനി മീറ്റ്, മെഗാ മീറ്റ് സംഘടിപ്പിക്കുന്നതിനായി ആദ്യം ഇവിടെ 1-2 യോഗങ്ങൾ കൂടുകയും അതിനുശേഷം അതിൻ്റെ സംഘാടക സമിതിയെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ പ്രാഥമിക വർക്കുകളായിട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 300 പേര് മാക്സിമം എത്തും. ഇന്ന് അതൊക്കെ കടന്ന് കൂടുതൽ ആളുകൾ എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാ വർഷവും ഈ ഡിസംബർ 26-ാം തീയതി അലുമിനി മീറ്റ് കൂടുവാനാണ് നമ്മളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മാനേജ്മെൻറ്റും അതോടൊപ്പം പ്രിൻസിപ്പൽ സജി കെ സാറ്, ഷാജി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അലുമിനി മീറ്റിൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ് സാറ്. സാർ അതിനുവേണ്ടി വളരെയേറെ പ്രയത്നിച്ചു. ഇതിനുവേണ്ടി ആദ്യം മുതൽ കമ്മിറ്റികൾ രൂപീകരിക്കുവാനും എല്ലാ പ്രവർത്തനങ്ങളും സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഗ്രൂപ്പുകളിലുള്ളവരും, പഴയ ഓരോ ബാച്ചിൻ്റെയും ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഓരോ അസോസിയേഷൻ്റെ ഗ്രൂപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ അതിലുള്ള എല്ലാവരെയും അറിയിച്ചുകൊണ്ട് അടുത്ത വർഷം ഇതിലും അതിമനോഹരമായി നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന ഒരു മീറ്റാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അതിലേക്കായി നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് സജി കെ സാറാണ്. സാറ് ഈ വർഷം തൻ്റെ ദീർഘമായ സർവീസിൽ പൂർത്തിയാക്കി കലാലയത്തോട് വിട പറയും. സാർ, തീർച്ചയായും അങ്ങയുടെ പ്രവർത്തനങ്ങൾ ഈ മെഗാ മീറ്റ് സംഘടിപ്പിക്കുന്നതിനും പ്രഥമ മെഗാ മീറ്റ് സംഘടിപ്പിക്കുന്നതിനും എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ മാർഗനിർദ്ദേശവും പ്രയത്നവും വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. അങ്ങേക്ക് ഈ അലുമിനി മീറ്റിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച മോൺസഞ്ഞൂർ ജോസ് കരുവേലിക്കലച്ചൻ കോളേജിൻ്റെ പ്രവർത്തനകാലം മുതൽ വിവിധ രൂപങ്ങളിൽ, ഭാവങ്ങളിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇന്ന് മാനേജറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മെ നയിക്കുന്ന റവറൻഡ് മോൺസഞ്ഞൂർ ജോസ് കരുവേലിക്കലച്ചന് ഈ യോഗത്തിൻ്റെ പേരിൽ പ്രതിനിധി അർപ്പിക്കുന്നു. അടുത്ത ചീഫ് ഗസ്റ്റ് ഡോക്ടർ രാജു നാരായണസ്വാമി IAS. നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ പ്രചോദനമായിരുന്നു അദ്ദേഹം. കാരണം കറപുരളാത്ത ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. സർവീസിലിരിക്കുന്ന കാലത്തോളം യാതൊരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ സത്യസന്ധമായി തൻ്റെ പ്രവർത്തന മേഖലയിൽ വിരാജിക്കുന്ന അദ്ദേഹത്തിന് ഇന്ന് നമുക്ക് വളരെ പ്രചോദനകരമായ, കാവ്യാത്മകമായ ഒരു സന്ദേശം നൽകി. അദ്ദേഹത്തിന് ഈ അലുമിനി മീറ്റിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇവിടെ ഉപേക്ഷനായിരിക്കുന്ന നമ്മുടെ ബെർസൽ അച്ഛൻ റവറൻഡ് ഫാദർ വിൽസൺ മണിയാട്ട്, അദ്ദേഹം ഈ അലുമിനി മീറ്റുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും
വളരെ സജീവമായി പങ്കെടുക്കുകയും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അദ്ദേഹത്തെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമുക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ഡോക്ടർ ജോബി ജോൺ അച്ഛ, ബിർസാർ കാലഘട്ടം മുതൽ ഞങ്ങൾക്കറിയാം ഈ കോളേജിൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങേക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇവിടെ നമുക്ക് സന്ദേശം നൽകിയ ഡോക്ടർ ദേവസ്യ, അദ്ദേഹം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അദ്ദേഹം നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കലാലയത്തിന് വേണ്ടി എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ അറിയിച്ചു. ഇനി ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതൊരു പ്രചോദനമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഈ കലാലയത്തിൻ്റെ വികസനത്തിനായി നാം ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടതുണ്ട്. അദ്ദേഹത്തെയും നിങ്ങളുടെ ഏവരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ മുൻ പ്രിൻസിപ്പാളുണ്ട്, അൻവർ സിസ്റ്ററുണ്ട്, മുൻ അധ്യാപകരുണ്ട്, പീറ്റർ സാറുണ്ട്, ജോൺസൺ സാറുണ്ട്, ഫിലിപ്പ് സാറുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും നമ്മളുടെ ഒരു കരിയറിനെ കെട്ടിപ്പടുക്കുവാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നമുക്ക് വിദ്യാഭ്യാസം മാത്രമല്ല പാനോരമ കോളേജിൽ നിന്ന് ലഭിച്ചത്. കാരണം നമ്മുടെ ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മളിവിടെ കടന്നു വന്നപ്പോൾ നമ്മളൊരു വ്യക്തി എന്ന നിലയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനും പാനോരമയ്ക്ക് വളരെ അധികം പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പൂർവ്വ അധ്യാപകരെയും ഇപ്പോഴുള്ള എല്ലാ അധ്യാപകർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഇനി ഞാൻ പറയേണ്ടത് അലുമിനി കോർഡിനേറ്റർ ഡോക്ടർ ഷാജി തോമസ് സാറാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, ഇതിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഷാജി സാറാണ്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ മുൻകൈ എടുക്കുകയും വളരെയേറെ ഭാവനാത്മകമായി ഭാവനാത്മയുടെ ഈ അലുമിനി മീറ്റിനെ കെട്ടിപ്പടുക്കുന്നതിൽ ക്രിയാത്മകമായി പങ്കുവഹിച്ച അദ്ദേഹത്തിന് ഈ അലുമിനി മീറ്റിൻ്റെ പേരിൽ നന്ദി പറയുന്നു. ഇനി പ്രത്യേകം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അധ്യാപകർ, അനധ്യാപകർ എല്ലാവർക്കും അലുമിനിയമിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇനിയുള്ളത് നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളാണ്. നമുക്ക് നന്ദിയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ ഈ ഫാമിലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ ഓരോ കാലയളവിൽ ഓരോ വെക്കേഷനും നമ്മുടെ കുടുംബത്തിൽ ഒത്തുചേരാറുണ്ട്, അത് ഉത്സവമാക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അലുമിനി മീറ്റിനെ ഉത്സവമാക്കി തീർക്കുവാൻ കുടുംബത്തോടൊപ്പവും അല്ലാതെയും എല്ലാമായി എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ എല്ലാ പൂർവ്വ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കട്ടെ. നന്ദി. We have reached the beautiful conclusion of the inaugural session. We are truly blessed to have heard the inspiring words of our guests that resonated deeply with all of us, offering hope and strength. We are immensely grateful for your presence and the powerful messages you shared with our community. Now the stage is open for the cultural fiesta. For the next session of the program, may I kindly request our esteemed dignitaries to take the reserved seat in the front row of the audience.
പാവനാത്മ കുടുംബത്തിലെ പ്രിയ അംഗങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ്. നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നു മാത്രമല്ല, ഈ പരിപാടിയുടെ ഏറ്റവും ഹൃദ്യവും ഏറ്റവും സുപ്രധാനവുമായ ഒരു സെഷനിലേക്കാണ് നമ്മൾ കടക്കുക. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ അധ്യാപകരോടും സുഹൃത്തുക്കളോടും ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇനി. ഈ ഓഡിറ്റോറിയത്തിന് പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഈ ഹോളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഈ പരിപാടി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ഇതിന് പുറത്ത് സംസാരിച്ചു നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവ് ചെയ്ത് ശ്രദ്ധിക്കണം. ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് സംസാരിച്ച് നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവായി ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കടന്നിരിക്കണം. ഇതിന്റെ പിൻനിരയിലിരിക്കുന്ന ആളുകൾ മുൻനിരയിലേക്ക് കടന്നു വരാൻ കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടി പാവനാത്മ കാതോർക്കുന്ന നിമിഷങ്ങളാണ് ഇനി. നിങ്ങൾ ഇവിടെ വന്നതും ഇതിനു വേണ്ടി ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങൾക്ക് കോളേജിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയാൻ, പങ്കുവയ്ക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി കോളേജിന്റെ IQAC കോർഡിനേറ്റർ ശ്രീ സന്തോഷ് ജോർജ് കോളേജിന്റെ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതിന്റെ തുടർച്ചയാണ് ഇനി നടക്കാൻ പോകുന്ന ഇന്ററാക്ഷൻ. ഒരിക്കൽ കൂടി ഇതിന് പുറത്തു നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഈ ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ട് ഈ മെഗാ അലുമിനി മീറ്റ് 2025 നടത്തുന്നു എന്നതിനുള്ള ഉത്തരം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം, 1982 ആരംഭിച്ച നമ്മുടെ കോളേജ് 2032 ആവുമ്പോൾ സുവർണ ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. 50 വർഷത്തെ വളർച്ചാ ഘട്ടങ്ങൾ പിന്നിടുകയാണ്. ഈ വളർച്ചാ ഘട്ടത്തിൽ ഇനി 7 വർഷങ്ങൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. നാളിതുവരെ കോളേജ് ആർജിച്ചെടുത്ത വലിയ വികസനമുണ്ട്, പോരായ്മകളുണ്ട്. ഇനിയും ധാരാളം വളർച്ചാ ഘട്ടങ്ങൾ 7 വർഷങ്ങൾ കൊണ്ട് പിന്നിടേണ്ടതുമുണ്ട്. 2032 ആവുമ്പോഴേക്കും നമ്മുടെ കോളേജ് എങ്ങനെയാകണമെന്നതിനെ പറ്റി ഒരു മാർഗരേഖ കോളേജ് തയ്യാറാക്കിയിട്ടുണ്ട്. പാവനാത്മ റോഡ് മാപ്പ് ഫോർ ഡെവലപ്മെന്റ് എന്നതാണ് ആ രേഖയുടെ പേര്. നമ്മുടെ കോളേജിന്റെ മാസ്റ്റർ പ്ലാൻ എന്നോ ഭാവി പദ്ധതി രേഖ എന്നോ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഈ പദ്ധതി രേഖയിൽ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും പൂർവ്വ വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും തലച്ചോറും അനുഭവവും അറിവും ആശയങ്ങളും ഈ കോളേജിന്, നമ്മുടെ കോളേജിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ കോളേജ്. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയും പുസ്തകങ്ങൾ കൊടുക്കുകയും പുസ്തകങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ക്യാഷ് കൊടുക്കുകയും ചെയ്ത ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. PDC ബാച്ചിലുള്ള പലരും തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിക്ക് വേണ്ടി, സഹപാഠിക്ക് വേണ്ടി സ്നേഹഭവനം നിർമ്മിച്ചു കൊടുത്തത് ഇപ്പോഴും ഒരു വലിയ ആർദ്രതയുള്ള അനുഭവമായി ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ക്ലാസ് റൂമുകൾക്ക് വേണ്ടി TV സ്പോൺസർ ചെയ്തവർ, അങ്ങനെ 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 ഇനിയും പറയാൻ പോയാൽ ഒരുപാട് ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ അലമാര സ്പോൺസർ ചെയ്തവർ, കരിയർ കൗൺസിലർമാരായിട്ട് സേവനം ചെയ്യുന്നവർ, നാഷണലുകൾക്ക് റിസോഴ്സ് പേഴ്സണായിട്ട് സേവനം ചെയ്യുന്നവർ, അങ്ങനെ ധാരാളം ആളുകളുണ്ട്. സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇന്ററാക്ഷനിലേക്ക് നേരെ കടക്കുന്നതാണ് നല്ലത് എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് മുഴുവൻ പ്രസന്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ലഞ്ച് ബ്രേക്കിന്റെ സമയം കൂടുതലായി അപകരിക്കപ്പെടും. ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ, നമ്മുടെ ലഞ്ച് ക്രമീകരിച്ചിട്ടുള്ളത് കോളേജിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ, അറിയാമല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റുകളുടെ ഭാഗമായിട്ടാണ്. അവിടെയാണ് ലഞ്ച് ബ്രേക്ക് ആവുമ്പോൾ നിങ്ങൾ എല്ലാവരും സദയം അവിടെ എത്തണമെന്നും സ്നേഹത്തിൽ പങ്കാളികളാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആളുകൾ ആ അനുഭവങ്ങൾ ഈ മൈക്കിലൂടെ പങ്കുവച്ചാൽ കേൾക്കുന്നത് ഞങ്ങൾക്ക്
എല്ലാവർക്കും അത് സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും. അതിലേക്ക് വരുന്നതിന് മുൻപ് പാവനാത്മ ആർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന പാവനാത്മ കോളേജിലെ കുട്ടികളുടെ ഒരു നൃത്തശില്പമാണ് ഇനി സ്റ്റേജിൽ അരങ്ങേറുക. നമുക്കതിന് കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇറ്റ് വാസ് ടച്ചിങ്, ഇറ്റ് വാസ് സോൾഫുൾ. ഓർമ്മകൾ നിലയ്ക്കുന്നില്ല അനുഭവങ്ങളും. കലാപരിപാടികൾ ഇനിയും തുടരും. അതിനുശേഷം ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ആളുകളും അതിൽ പങ്കുചേരണം. അതിനുശേഷമുള്ള ഡിപ്പാർട്ട്മെന്റ് തല മീറ്റിംഗിൽ കൂടി പങ്കെടുത്തിട്ടേ പോകാവൂ എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. 1982 ബാച്ചിലെ മറ്റൊരു അധികാരൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ കോളേജിന്റെ ആദ്യത്തെ യൂണിയൻ സെക്രട്ടറി ആയിരുന്ന സണ്ണി സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുവാനും കാണുവാനും. ഈ അലുമരിയിൽ ഈ സമ്പൂർണ്ണ മേഘാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷം. ഇതിന് മുമ്പ് നമ്മുടെ ബാച്ചുകളുടെ സമ്മേളനം പലപ്പോഴും നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങൾക്ക് തോന്നുന്നത് 95 പേരാണ് അന്നുണ്ടായിരുന്നത്. അതിൽ 45 പേരെ സംഘടിപ്പിച്ചിട്ട് 33ാമത് സമ്മേളനം നടത്താൻ കഴിഞ്ഞു. പക്ഷെ അതിനുശേഷം ഇന്നാണ് കൂടാൻ കഴിഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. ഈ കോളേജിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പങ്കാളിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്ന് മുതൽ 82 മുതൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള പരിപാടികളിൽ അധ്യാപകരുമായിട്ടും മാനേജ്മെന്റുമായിട്ടും സഹകരിച്ചു പോകാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഇടയ്ക്ക് യാദൃശ്യമായി അലുമിനി പ്രസിഡന്റ് ആകാൻ കഴിഞ്ഞു. തുറന്നു പറയട്ടെ, ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടം 82, 83, 84 പറയുന്ന കാലഘട്ടം വളരെ ഗൗരവമുള്ള കാലഘട്ടമാണ്. വൈദ്യുതിയുടെ കാര്യം പറഞ്ഞു, റോഡിൻ്റെ കാര്യം പറഞ്ഞു. ഈ വൈദ്യുതിക്കും റോഡിനും വേണ്ടി സമരം ചെയ്യുവാൻ നേതൃത്വം കൊടുക്കുകയും ഒപ്പം അന്നത്തെ യൂണിയൻ ഭാരവാഹികൾ ഏതാണ്ട് 5-6 മാസക്കാലം കോടതിയെ കയറി ഇറങ്ങി ശിക്ഷ അനുഭവിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായ ഒരു വലിയ സംഭവം ഓർക്കുകയും. അന്നോട് റോഡില്ല, കന്മമ്പരിക്കാശ്ശേരി റോഡ്, വൈദ്യുതി കാര്യങ്ങൾ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഈ പഞ്ചായത്ത് മൊത്തം ഒരു വലിയൊരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഭാരവാഹികൾ പലരും ഇവിടെ ഇരിപ്പുണ്ട്. അന്നത്തെ യൂണിയൻ ചെയർമാൻ ഇവിടെ ഇരിപ്പുണ്ട്, മറ്റ് സെക്രട്ടറി ഇവിടെ ഇരിപ്പുണ്ട്, മറ്റ് നമ്മൾ 15 മുകളിൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഒരു കാര്യം കൂടെ തുറന്നു പറയട്ടെ, നമ്മുടെ അന്നത്തെ അധ്യാപകരിൽ ഞാൻ ഓർക്കുന്ന അന്നത്തെ പ്രിൻസിപ്പൽ ഫാദർ സിരേഖ് താഴ്ത്തവരിൽ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. ഒരു മിനിറ്റ് നമുക്ക് അനുസ്മരിക്കേണ്ടതായിരുന്നു. അന്നത്തെ ഹിസ്റ്ററിയുടെ അധ്യാപകൻ നമ്മുടെ ബേഡിക്സ് പഠിപ്പിച്ച VT കുര്യൻ സാറ്, അദ്ദേഹവും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹവും 2-3 വർഷക്കാലം മരിച്ചുപോയി. ഇവർ രണ്ടുപേരുടെയും ഓർമ്മകൾ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ഓർക്ക് നന്നായിരിക്കും സൂചിപ്പിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് അവർ രണ്ടുപേരുടെയും ആദ്യ പ്രിൻസിപ്പൽ നിലയിലും ആദ്യ ബാച്ചിലെ ഹിസ്റ്ററി അധ്യാപന നിലയിലും രണ്ടുപേരും മരിച്ചുപോയി. അവരുടെ ഓർമ്മകൾ നമുക്ക് ഒരു നിമിഷം ആ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒന്ന് ഓർക്കാം, നന്ദിയോട് സ്മരിക്കാം. തീർച്ചയായും നമ്മൾ നന്ദിയുള്ളവരാണ്. കാരണം മുരിക്കാശ്ശേരി പാർലമെന്റ് തുടക്കം മുതൽ എന്തെല്ലാം പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും എന്തെല്ലാം വികസന കാര്യം ഉണ്ടാകുമ്പോഴും നാക്കിൻ്റെ വിസിറ്റ് വരുമ്പോഴും ഇവിടുത്തെ വലിയ മഹാസമ്മേളനങ്ങൾ ഞാൻ ഓർക്കുന്നത് ഇവിടുത്തെ ഇന്റർനാഷണൽ തലത്തിലുള്ള മത്സരങ്ങൾ, വോളിബോൾ ആയാലും റെസ്ലിംഗ് പോലുള്ള മത്സരങ്ങളായാലും ഗുസ്തി പോലുള്ള മത്സരങ്ങൾ വന്നു കഴിയുമ്പോഴൊക്കെ ഇവിടെ പങ്കെടുപ്പിക്കാനും നമ്മൾ ഓരോരുത്തരെയും ഒരു സ്ഥിരം അലുമിനി ഗസ്റ്റായി നമ്മളെ വിളിക്കാറുണ്ട്. തീർച്ചയായും നന്ദിയുണ്ട്. ഒരു കാര്യം തുറന്നു പറയട്ടെ, ഇവിടെ പഠിക്കുകയും പിന്നീട് ഈ കോളേജിന്റെ ഭാഗമാവുകയും ഈ കോളേജിൽ നിന്ന് തന്നെ പറിച്ചെടുക്കിയ സമയത്ത് 93 സംസ്ഥാന യുവജന വകുപ്പിന്റെ ബോർഡ് മെമ്പറാകുവാൻ, 94 യൂത്ത് അവാർഡ് മേടിക്കുവാനും ഇന്ന് ഇവിടെ ചീഫ് ഗസ്റ്റായി എത്തിയ ഡോക്ടർ നാരായണ സ്വാമി അവരോടൊപ്പം തൃശ്ശൂർ ജില്ലയിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിരീക്ഷകനായിട്ട് ഡേറ്റ കളക്ടറായിട്ട് സേവനം ചെയ്യുവാൻ സാധിച്ചു. ഇത് സാറ് വന്നപ്പോൾ ഞാൻ പഴയ ഓർമ്മ പുതുക്കുകയും ചെയ്തു. തീർച്ചയായും നന്ദിയുണ്ട്. എല്ലാവരെയും പേരിൽ ഫസ്റ്റ് ബാച്ച് എന്ന നിലയിൽ നിങ്ങൾ നമ്മളെ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും അഭിപ്രായങ്ങൾ കേൾക്കുവാനും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം മാറ്റുന്നു. നന്ദി, നമസ്കാരം. ഓർമ്മകൾ പെയ്തു തോർന്ന നടവഴികളിലേക്ക് ജനാലകൾ തുറക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇനി ഒരു നൃത്തം നമുക്ക് വീക്ഷിക്കാം.
വെടിഞ്ഞ വീരയോദ്ധാക്കളുടെ സ്മരണകൾ ജ്വലിക്കുന്ന ഭൂമിക. പിറന്ന മണ്ണിൽ നിന്നും പ്രിയജനങ്ങളിൽ നിന്നും ഏറെ അകലെ കാലഭേദങ്ങൾ കരുണയില്ലാതെ വേഷപ്പകർച്ചയാടുന്ന മണ്ണിൽ കണ്ണുചിമ്മാതെ കാവൽ നിൽക്കുന്ന നമ്മുടെ പടയാളികളെ മറന്നു പോകുന്നുണ്ട് നമ്മൾ പലപ്പോഴും. ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ.